ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ന്യൂസ് പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റോറേജ് ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് നമ്മൾ വെറുതെ കിടക്കുന്ന ന്യൂസ് പേപ്പർ കുറച്ച് എടുത്തിട്ട് അത് ഇതേപോലെ ചുരുട്ടിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറേ ആയി വോയിസ് കൊടുത്തൊരു വീഡിയോ ചെയ്തിട്ട്. അതിൻ്റെ മെയിൻ പ്രശ്നം അതാണ്, ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ ഇതേപോലെ ചുരുട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ ലാസ്റ്റ് അറ്റത്തായിട്ട് നമ്മൾ ഗ്ലൂ ചെയ്തെടുക്കണം. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നോ അല്ലെങ്കിൽ ഇന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം കേട്ടോ. ന്യൂസ് പേപ്പർ ചുരുട്ടി ലാസ്റ്റ് ഗ്ലൂ ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലത്തെ എന്തെങ്കിലും ഒരു വലിയ സർക്കിളിൽ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കണം. അപ്പം ഇത് റൗണ്ട് ചെയ്തെടുക്കുന്നതിന് അതേ സമയത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിങ്ങനെ റൗണ്ട് ചെയ്താണ് എടുക്കേണ്ടത്. നമ്മൾ എന്ത് സാധനമാണോ റൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ സാധനത്തിൽ നമ്മൾ നല്ല ടൈറ്റായിട്ട് നമ്മൾ ഈ പേപ്പർ റൗണ്ട് ചെയ്തെടുക്കരുത്. കാരണം നമുക്ക് ഈ റൗണ്ട് ഗ്ലൂ ചെയ്തതിന് ശേഷം ഈ പേപ്പർ അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. കുറച്ചൊരു ലൂസായിട്ട് എടുക്കുക, എന്നാലേ നമുക്ക് ഇതുമെന്ന് കിട്ടുള്ളൂ. ഇതേപോലെ ഞാൻ 6 പേപ്പർ റിങ്ങാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു പേപ്പർ റിങ് എടുത്തിട്ട് ഒരു കാർഡ്ബോർഡ് പീസും എടുത്തതിന് ശേഷം അതിൻ്റെ അതേ സർക്കിളൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അത് വെട്ടിയെടുക്കണം, കാരണം നമുക്ക് ബേസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ കുറച്ച് പണി കൂടെ ബാക്കിയുള്ളൂ. വെട്ടിയെടുത്ത ഈ ബേസിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത പേപ്പർ റിങ്ങൊക്കെ അതിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം ഒരു പേപ്പർ റിങ് വെച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം, എന്നാലേ അത് ഒന്ന് സെറ്റ് ആവുള്ളൂ. അങ്ങനെ ഓരോ റിങ് വെച്ച് കൊടുക്കുമ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം. ലാസ്റ്റത്തെ പേപ്പർ റിങ്ങും നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ റിങ്ങിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഇത് കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ എനിക്കൊരു എഴുതുന്നു ഇതിനൊന്ന് പെയിൻറ്റ് അടിച്ചാലോ എന്ന്. അങ്ങനെ ഞാൻ ഒരു ബ്ലൂ കളർ കൊടുത്തു, പക്ഷെ അതെനിക്ക് വേണ്ടിയില്ല എന്ന് തോന്നിപ്പോയി. അതാണ് ഇതിൻ്റെ അവസ്ഥ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പെയിൻറ്റ് അടിച്ചതാണോ പെയിൻറ്റ് അടിക്കാത്തതാണോ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.